ധനകാര്യ സംഘടന പഴയകാല അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നത് നല്ല കാര്യമാണ്. കൈനീട്ടം നൽകുന്നതും അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ അതൊക്കെ സംഘടനയുടെ ഉപപ്രവർത്തനങ്ങൾ മാത്രമാണ്. അമ്മ ഒരു ക്ലബ് ആണെന്നൊക്കെ വിലയിരുത്തി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അമ്മ ഇതൊന്നുമല്ല, ഒരു ട്രേഡ് യൂണിയൻ തന്നെയാണ്. നടിക്കുന്നവരുടെ തൊഴിലാളി യൂണിയൻ. സംഘടനയ്ക്ക് ഏതെങ്കിലും മുഖ്യധാരാ യൂണിയനുമായി അഫിലിയേഷൻ ഇല്ലെങ്കിലും പ്രവർത്തനം മുഴുവൻ തൊഴിലാളി സംഘടനയുടെ ചിട്ടയ്ക്കൊപ്പിച്ചാണ്. അങ്ങനെ ഒരു സംഘടന ആത്യന്തികമായി നിലകൊള്ളേണ്ടത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു സംശയവുമില്ലാതെ നിലപാടെടുക്കേണ്ടത് നടിക്ക് വേണ്ടിയാണ്. അവിടെ അവന് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും അപ്രസക്തമാണ്. ഡസൻ കണക്കിന് നടന്മാർക്കെതിരെ പീഡനാരോപണം വരുമ്പോൾ സംഘടന സംസാരിക്കേണ്ടത് ഇരകൾക്കു വേണ്ടിയാണ്. അമ്മയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കേണ്ടത് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയാണ്. പ്രതിഫലത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൽ പോലും സോഷ്യലിസം ഇല്ലാത്ത മേഖലയാണ് സിനിമയുടേത്. അവിടെ നൂറുകണക്കിന് പരാതികൾ ഉയർന്നു വരും. അവയ്ക്കെല്ലാം പരിഹാരമുണ്ടാക്കേണ്ടത് അമ്മയുടെ ചുമതലയാണ്. പണമുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാനൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? എന്നാൽ നീതി പുലരാനുണ്ടാകേണ്ടത് നല്ല മനസാക്ഷിയാണ്. ഈ മേഖലയുടെ ചതിക്കുഴികളും പോരായ്മകളും നന്നായി അറിയുന്നവരാണ് ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.